ഹായ് ഹലോ. ഞാൻ കുറച്ച് ഷർട്ടിന് കോളർ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുക, നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. നമ്മളിങ്ങനെയാണ് ഷർട്ടിൻ്റെ കോളറിന് മാർക്ക് ചെയ്യാറ്. നമുക്കൊരുപാട് ഷർട്ട് ഒരേ സൈസിൽ വരുന്ന സമയത്ത് അതിനൊരു കോളറിനൊരു പാറ്റേൺ ഉണ്ടാവും. ആ പാറ്റേൺ വെച്ചിട്ട് നമ്മൾ ക്യാൻവാസിൽ ഇതുപോലെ കൊടുക്കുക ചെയ്യാറ്. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കും. എത്രയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച്. ഇതൊരു ക്യാൻവാസ് ഞാനൊരു 16 ലെയറാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ 16 ലെയറിൽ എങ്ങനെയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ച് കട്ട് ചെയ്യാൻ, എത്ര പീസ് നമുക്ക് വേണം അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് മാർക്ക് ചെയ്യുക. ജസ്റ്റ് സൈസും കൂടെ നമുക്ക് എഴുതി വെക്കുന്നത് നല്ലതാണ്. അങ്ങനെ വരുമ്പോൾ ഒരുപാട് സൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ല. എന്നിട്ട് ഏതെങ്കിലും ഒരു ഭാഗം നമുക്കിപ്പോൾ സ്റ്റാപ്ലർ ചെയ്യാൻ വേണ്ടിയിട്ട്, പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട ഭാഗങ്ങളിലൊക്കെ, പറ്റുന്ന ഭാഗങ്ങളിലെല്ലാം ഞാൻ സ്റ്റാപ്ലർ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളിടത്തും കൂടെ ഒന്ന് പിൻ ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ പിൻ ചെയ്ത് രണ്ട് ഭാഗത്തും പിൻ ചെയ്ത് നന്നായിട്ട് ലോക്കാക്കി വെച്ചിട്ടാണ് കട്ട് ചെയ്യാറ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് കട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. ഇതുപോലെ നന്നായിട്ട് പിൻ ചെയ്ത് വെക്കുക, എന്നിട്ട് കട്ട് ചെയ്യുന്നതാണ് ബെറ്റർ. ഒരു പീസൊക്കെ എന്നുണ്ടെങ്കിൽ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒന്നിൽ കൂടുതൽ ഏത് പീസാണെങ്കിലും ഇങ്ങനെ ഇതുപോലെ പിൻ ചെയ്യുന്നതാണ് നല്ലത്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് കോളർ, ഒരേ സൈസിലുള്ള ഒരുപാട് കോളറൊക്കെ ചെയ്യുമ്പോൾ ഈസി ഇതാണ്. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്യുന്ന സമയത്തൊന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ. അറിയാത്തവരുണ്ടെങ്കിൽ കാണാലോ എന്ന് കരുതി. കട്ടർ നല്ല ഷാർപ്പായിട്ടുള്ള കട്ടറാണ്. പെട്ടെന്ന് കട്ട് ചെയ്ത് പോകാനും നല്ല ഷാർപ്പായിട്ട് കിട്ടാനൊക്കെ നല്ല ഈസിയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാൻവാസ് കട്ട് ചെയ്തത്. കോളറിന് ഇതുപോലെ എല്ലാം ഒരുപോലെ വന്നിട്ടുണ്ട്.